ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പാൻ കാർഡിന് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വീഡിയോ 5-6 വർഷം മുമ്പ് നമ്മൾ ചാനൽ ചെയ്തായിരുന്നു. വീഡിയോ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ വെബ്സൈറ്റിലൊക്കെ ചെറുതായിട്ടുള്ളൊരു മാറ്റം ആപ്ലിക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു പുതിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പാൻ കാർഡ് എടുക്കാത്തവർ ഈ രീതിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സേ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോയുടെ കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഇതിലുപരി നമ്മൾ അപ്ലൈ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി നമ്മുടെ ഇമെയിലിൽ വരും. പാൻ കാർഡിൻ്റെ അതേ രൂപത്തിലുള്ള അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫിസിക്കൽ കാർഡ് അതുപോലെ തന്നെ ഒരു 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ നമുക്ക് പോസ്റ്റലായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ പാൻ കാർഡ് എടുക്കാത്ത സുഹൃത്തുക്കൾ തുടർന്ന് വരുന്ന വീഡിയോയുടെ ഭാഗങ്ങൾ നോക്കിയിട്ട് അതുപോലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇൻകം ടാക്സിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ വരിക. വെബ്സൈറ്റിൽ താഴെ വന്നാൽ മോർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്താൽ ഇതുപോലെ കുറേ നോട്ടിഫിക്കേഷനൊക്കെ കാണും. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. താഴെ അപ്ലൈ ഒന്ന് കൊടുക്കാം. ഇവിടെ ന്യൂ ആപ്ലിക്കേഷനും റെസ്യൂം ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ പകുതി വഴിയിലൊക്കെ നിങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയാൽ റെസ്യൂമിൽ പോയിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എടുത്താൽ സിറ്റിസൺ ഫസ്റ്റത്തെ ഓപ്ഷന് ഇന്ത്യൻ സിറ്റിസൺ എന്നതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സെക്കൻഡ് നെയിം. മിഡിൽ നെയിം കമ്പൽസറി അല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ടോക്കൺ സബ്മിറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ 5 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് കാണാം അവിടെ അതിൽ ആദ്യത്തേത് 3 ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സൈനിങ് വഴിയാണ് നമ്മൾ ഇതിനെ അപേക്ഷിക്കുന്നത്. അതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഒറിജിനൽ ഡോക്യുമെൻ്റൊക്കെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിന് താഴെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പാൻ കാർഡ് വേണ്ടത്. ഫിസിക്കൽ കോപ്പി പ്ലസ് സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ ആദ്യത്തെ ചൂസ് ചെയ്യുക. ഓൺലി സോഫ്റ്റ് കോപ്പി മാത്രമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ചൂസ് ചെയ്തു. നമുക്ക് ഫിസിക്കൽ കോപ്പിയും സോഫ്റ്റ് കോപ്പിയും വേണം. അതിനുശേഷം താഴെ വന്നിട്ട് നിങ്ങൾ ആധാർ കാർഡിൻ്റെ അവസാനത്തെ 4 അക്കം വേണം എൻ്റർ ചെയ്യുക. താഴെ ആധാറിൽ കൊടുത്ത അതുപോലെ തന്നെ പേര് എൻ്റർ ചെയ്യുക. ഇതാണ് പാൻ കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വരിക. അതിന് താഴെ വന്നിട്ട് ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളത് മാത്രം കൊടുക്കാം. താഴെ വന്നിട്ട് പേരൻസിൻ്റെ പേരാണ് പാൻ കാർഡിൽ വേണ്ടത് വെച്ചാൽ ഇവിടെ ചൂസ് ചെയ്യുക. ഫാദർ നെയിം ആണെങ്കിൽ ഫാദർ നെയിം, മദർ നെയിം ആണെങ്കിൽ മദർ നെയിം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇൻകം സോഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻകം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ നോ ഇൻകം കൊടുക്കുക. അഡ്രസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റെസിഡൻറ്റ് അഡ്രസ്സാണോ ഓഫീസ് അഡ്രസ്സാണോ ഏതാണ് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഈ ഒരു അഡ്രസ്സിലായിരിക്കും നിങ്ങൾക്ക് അത് പാൻ കാർഡ് അവർ ഫിസിക്കൽ കാർഡ് സെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസിലും ആ ഒരു അഡ്രസ്സായിരിക്കും. പിന്നെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിന് കൺട്രി വരെ സെലക്ട് ചെയ്യുക. ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അതിന് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം റെസിഡൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, വീടുണ്ടെങ്കിൽ അത് റെസിഡൻ്റ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോൺ റെസിഡൻ്റ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പറും ടാൻ നമ്പറൊന്നും നിർബന്ധമല്ല. അതിൻ്റെ താഴെ റെപ്രസെൻറ്റേറ്റീവിനുള്ളത് നിങ്ങൾ മൈനർ ആണെങ്കിൽ, അപേക്ഷിക്കുന്ന ആൾ മൈനർ ആണെങ്കിൽ എസ് കൊടുത്തിട്ട് പാരൻസിൻ്റെ ആരെങ്കിലും ആധാർ നമ്പറോ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ നോ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടെ AO കോഡ് അസസ്മെൻറ്റ് ഓഫീസർ നമ്പറാണ്. ഇത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. നേരത്തെ ഇത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടിയിരുന്നു. ഇനി ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ സിറ്റി ഈ ഒരു AO അസിസ്റ്റൻറ്റ് ഓഫീസ് എവിടെയല്ല വെച്ചാൽ ഓരോ ഡിസ്ട്രിക്റ്റിൽ എവിടെ വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ തിരൂരാണ് വരിക, അതേപോലെ വയനാടാണെങ്കിൽ കൽപ്പറ്റ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ തിരൂരെന്നാണ് സെലക്ട് ചെയ്യുന്നത്. തിരൂരെന്ന് സെലക്ട് ചെയ്തു. ഏരിയ നെയിമിന് നിർബന്ധമല്ല. ഇനി ഫെച്ച് ചെയ്യുക, ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ 2 വാർഡായിട്ട്. അപ്പോൾ അതിൽ ഈ മലപ്പുറം ജില്ലയിലെ ഏതൊക്കെ താലൂക്ക് വാർഡ് 1, ഏതൊക്കെ താലൂക്ക് വാർഡ് 2 എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ താലൂക്ക് ഏതാണെന്നുള്ളത് അവിടെ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ആ മുകളിൽ നമ്പർ വന്നിട്ടില്ലെങ്കിൽ മാത്രം ഉണ്ടോ, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് ആണ് ആ മുകളിലത്തെ നമ്പർ വരിക. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയിട്ട് അത് കറക്റ്റാണോ നിങ്ങളുടെ താലൂക്കിൽ നിന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ അഡ്രസ് പ്രൂഫാണ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തേത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. ഞാനിവിടെ ആധാറിൽ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സും, അതുപോലെ തന്നെ ഈ ഡാറ്റ ഇടയ്ക്കൊന്ന് സേവ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ചെയ്തത് പ്രൂഫ് ഓഫ് അഡ്രസ്സും അതുപോലെ തന്നെ ഞാൻ ആധാർ കാർഡാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ അഡ്രസ്സൊക്കെ അതിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഡോക്യുമെൻ്റ് കൊടുക്കുക. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്, വ്യക്തമായിട്ട് കാണുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ചൂസ് ചെയ്തു. ഇനി ഒരു ഡിക്ലറേഷനാണ്. അവിടെ മൈ സെൽഫ് എന്ന് കൊടുക്കുക. പേര് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന സ്ഥലമൊന്ന് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. നെയിം അവിടെ ഉണ്ട്. ഡെസിഗ്നേഷൻ എന്താ വെച്ചാൽ അവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ 3 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യത്തേത് ഫോട്ടോ, രണ്ടാമത്തേത് സിഗ്നേച്ചർ, മൂന്നാമത്തേത് ഡേറ്റ് ഓഫ് ബർത്തിനെ പ്രൂഫ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഫോട്ടോ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എത്രയാണ്, ഷുഡ് ബി 3.5 2.5, 50 KB കൂടാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്, പാസ്പോർട്ട് സൈസ് കോപ്പിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഈ ഒരു സൈസിലൊക്കെ ഇതാക്കി തരും. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അതും ഒരു JPG ഫോർമാറ്റിൽ ഈ കാണുന്ന പോലെ 2.4 സെൻറ്റിമീറ്ററിലാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ വന്നിട്ട് അഡ്രസ് പ്രൂഫ് PDF-ലും ആക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ആധാറിൻ്റെ ആദ്യത്തെ 8 അക്കം എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ ആരോ എന്ന സ്ഥലത്ത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഇനി പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഇനി പേയ്മെൻറ്റ് മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എടുക്കുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, 2 ഓപ്ഷനാണുള്ളത്. ഓൺലൈൻ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അത്ര പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ Paytm വഴി ഉള്ളത് ചൂസ് ചെയ്തിട്ട് പ്രോസസ് പേയ്മെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 106.90 പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേ കൺഫേം എന്ന് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ് നടത്താം. ഗൂഗിൾ പേയോ ഫോൺ പേ അത് വഴിയായിട്ട് സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് സക്സസ്സായി. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ആധാറുമായിട്ടത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന OTP ജനറേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഞാനിവിടെ OTP ജനറേഷൻ കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ ആധാറിലേക്ക് വന്ന OTP താഴെ ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇനി സൈനിങ് ആണ് ചെയ്യേണ്ടത്. അതിനും ഇതുപോലെ തന്നെ ക്ലിക്ക് കണ്ടിന്യൂ ടു പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും നമ്മുടെ ആധാറിലേക്ക് OTP വരും. ഈ ഒരു പേജിൽ ഏറ്റവും മുകളിൽ ഐ ഹിയർ ബൈ ഓതറൈസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ വെർച്വൽ ആധാർ നമ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും OTP വരും. ആ OTP എൻ്റർ ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ പ്രോസസ്സ്. ഇപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഡൗൺലോഡ് PDF എടുത്താൽ നിങ്ങൾ കൊടുത്ത ഒരു PDF കൂടെ കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് എൻ്റെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പാസ്വേഡ് എങ്ങനെ കൊടുക്കുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂ ആയിട്ട് സ്പേസും അതിൽ വേറൊന്നുമില്ലാതെ നേരിട്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഫുള്ള് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഇമെയിലിലേക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി വരും. ആ PDF ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് യൂസ് ചെയ്യാം. ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫിസിക്കൽ കാർഡ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. ഹെൽപ്ഫുള്ളായ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ ആണെന്ന് വെച്ചാൽ
പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല അറിവുമായി വീണ്ടും കാണുന്നത് വരെ ഇസ്മി നൗഷാദ് സൈനിങ് ഓഫ്.